നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി സ്പീച്ച് സൗണ്ട്സ് പ്രൊഡക്ഷനിൽ ചില ഓർഗൻസ് വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന്. അവ ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് അറിയപ്പെടുന്നു. മാത്രമല്ല ഇവയെ 3 ഗ്രൂപ്പ്സായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന്. റെസ്പിറേറ്ററി സിസ്റ്റം, ഫോണേറ്ററി സിസ്റ്റം, ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്നിവയാണ് ആ 3 ക്ലാസിഫിക്കേഷൻസ്. ലങ്സ്, മസിൽസ് ഓഫ് ദി ചെസ്റ്റ്, ഡയഫ്രം, ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ് എന്നീ ഭാഗങ്ങളാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. റെഗുലർ ഇൻ്റർവെൽസിലുള്ള ലങ്സിൻ്റെ സങ്കോചത്തിലൂടെയും വികാസത്തിലൂടെയും സ്പീച്ച് സൗണ്ട്സ് പ്രൊഡക്ഷന് അനിവാര്യമായ കറണ്ട് ഓഫ് എയർ സപ്ലൈ ചെയ്യപ്പെടുന്നു. ഡയഫ്രത്തിൻ്റെ കോൺട്രാക്ഷനാണ് ലങ്സിനെ എയർ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഡയഫ്രത്തിൻ്റെ റിലാക്സേഷൻ ലങ്സിനെ കോൺട്രാക്റ്റ് ആക്കുകയും തൽഫലമായിട്ട് കറണ്ട് ഓഫ് എയർ പുഷ് ഔട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. Respiratory system. The respiratory system comprises of the lungs, the muscles of the chest, the diaphragm and the trachea or windpipe. The lungs, by contracting and expanding at regular intervals, supply the current of air which is necessary for the production of speech sounds. The contraction of diaphragm makes it possible for the lung to expand when air is breathed in. Similarly, the relaxation of the diaphragm makes the lungs contract and thereby push out a current of air. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം എടുത്താൽ അതിൽ സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ലങ്സിൻ്റെ റെഗുലർ ഇൻ്റർവെൽസിലുള്ള സങ്കോച വികാസത്തിലൂടെയാണ് സ്പീച്ച് പ്രൊഡക്ഷൻ സാധ്യമാവുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് ലങ്സിനെ വികസിക്കുവാനും അതുപോലെ സങ്കോചിക്കുവാനും സഹായിക്കുന്ന മേജറായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഓർഗനാണ് ഡയഫ്രം. സോ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന മേജറായിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് ഏതെല്ലാമാണ്? ലങ്സ്, മസിൽസ് ഓഫ് ദി ചെസ്റ്റ്, ഡയഫ്രം, അതുപോലെ ട്രക്കിയ അഥവാ വിൻഡ് പൈപ്പ് എന്നിവയാണ്. ഇനി ഫോണേറ്ററി സിസ്റ്റം നോക്കാം. ഫോണേറ്ററി സിസ്റ്റം കമ്പോസ് ചെയ്തിരിക്കുന്നത് വിൻഡ് പൈപ്പിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ടിൽ വരുന്ന ലാറിങ്സ് അഥവാ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന വോക്കൽ കോർഡ്സിൻ്റെ ഭാഗത്തായിട്ടാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഉന്തി നിൽക്കുന്നൊരു ഭാഗമുണ്ടല്ലോ, അതാണ് ആഡംസ് ആപ്പിൾ അഥവാ ലാറിങ്സ് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഭാഗം. വോക്കൽ കോർഡ്സ് എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റിയുള്ള 2 ലിപ്പ് റിസംബ്ലിങ് ഓർഗൻസാണ്. ഈ വോക്കൽ കോർഡ്സ് തമ്മിലുള്ള ചെറിയൊരു ഓപ്പണിംഗ് അഥവാ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിനെ ഗ്ലോട്ടിസ് എന്ന് അറിയപ്പെടുന്നു. ഈ വോക്കൽ കോർഡ്സ് സ്പീച്ച് സൗണ്ട് പ്രൊഡക്ഷനിൽ ടോൺ പ്രൊഡ്യൂസിങ് അപ്പാരറ്റസ് ഫോം ചെയ്യുന്നു. ചില സമയത്ത് ഗ്ലോട്ടിസ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് എങ്ങനെയായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ചില സമയത്ത് ഗ്ലോട്ടിസ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നു, അല്ലെങ്കിൽ അതിനെ രണ്ടിനെയും 2 ദിശയിലാക്കുന്നു. സോ അതിൻ്റെ ബേസിലാണ് വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സ് അഥവാ ബ്രീത്ത്ഡ് സൗണ്ട്സും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഫോണേറ്ററി സിസ്റ്റം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദി ലാറിങ്സ് സിറ്റുവേറ്റഡ് അറ്റ് ദി uppermost part of windpipe, commonly known as Adam's apple, situated in the vocal cords. Vocal cords are 2 elastic lip resembling organs and there is a small opening between the vocal cords called glottis. These vocal cords form the tone producing apparatus in the production of speech.
The glottis can be kept closed or open by bringing them into close contact with each other or by drawing them apart. Produces voiced sounds and voiceless sounds or breathed sounds. അപ്പോൾ ഫോണേറ്ററി സിസ്റ്റം കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്തിനാലാണ്? ലാറിങ്സിനാലാണ്. ഫോണേറ്ററി സിസ്റ്റത്തിൽ മേജർ റോൾ വഹിക്കുന്ന ഓർഗൻസ് ഏതെല്ലാമാണ്? ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള വോക്കൽ കോർഡ്സ് അഥവാ 2 എലാസ്റ്റിക് ലിപ്പ് റിസംബ്ലിംഗ് ഓർഗൻസ്. അതുപോലെ ഗ്ലോട്ടിസ്, അതിൻ്റെ ക്ലോസ് കോണ്ടാക്റ്റ്, അതുപോലെ വൈഡ് ഓപ്പണിംഗ് എന്നിവ സ്പീച്ച് സൗണ്ട് പ്രൊഡക്ഷനിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അതിൻ്റെ ബേസിലാണ് സൗണ്ട്സിനെ വോയിസ്ഡ് സൗണ്ട്സ് എന്നും വോയിസ്ലെസ് സൗണ്ട്സ് അഥവാ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ചില സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ വോക്കൽ കോർഡ്സ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരികയും ലങ്സിൽ നിന്ന് എയർ പുഷ് ഔട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് ലങ്സിൽ നിന്ന് വരുന്ന ആ ഒരു സ്ട്രീം ഓഫ് എയറിനെ ഫോഴ്സിബിളി മുകളിലേക്ക് ഓടിച്ചെത്തിക്കപ്പെടുന്നു. ചില സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ വോക്കൽ കോർഡ്സ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരികയും ലങ്സിൽ നിന്ന് വരുന്ന ആ ഒരു സ്ട്രീം ഓഫ് എയറിനെ നിർബന്ധപൂർവം മുകളിലേക്ക് ഓടിച്ച് എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. സോ സൗണ്ട് പ്രൊഡക്ഷൻ്റെ ടൈമിൽ വോക്കൽ കോർഡ്സ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരികയും അത് വൈബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. Voiced sounds. In the production of certain speech sounds, the vocal cords are brought into close contact with each other, and the stream of air coming from the lungs is forcibly driven upwards, or the air from the lungs is pushed out. They vibrate, producing the sound called voice. This makes the vocal cords vibrate, and sounds thus produced by the vibration of vocal cords are called voiced sounds. In short, the sounds produced with the vibration of the vocal cords are called voiced sounds. So നമ്മൾ പറഞ്ഞു ചില സൗണ്ട് പ്രൊഡക്ഷൻ ടൈമിൽ വോക്കൽ കോർഡ്സ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരികയും വൈബ്രേറ്റ് ചെയ്യപ്പെടുകയും അപ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിന് വോയിസ് എന്ന് പറയപ്പെടുകയും അതുപോലെ വോക്കൽ കോർഡ്സിൻ്റെ വൈബ്രേഷനോടുകൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സിനെ വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുകയും ചെയ്യുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇനി വോയിസ്ലെസ് സൗണ്ട്സ് അഥവാ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ബ്രീത്ത്ഡ് സൗണ്ട്സ് അഥവാ വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയുന്നത് വോയിസ്ഡ് സൗണ്ട്സിന് നേരെ ഓപ്പോസിറ്റാണ്. കാരണം വോയിസ്ഡ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് വോക്കൽ കോർഡ്സ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരികയും വൈബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ്. എങ്കിൽ വോയിസ്ലെസ് സൗണ്ട്സ് നേരെ തിരിച്ചാണ്. അതായത് സർട്ടൈൻ സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ വോക്കൽ കോർഡ്സ് ഓപ്പൺ ആയിരിക്കുകയും അഥവാ വൈഡ് ഓപ്പൺ ആയിരിക്കുകയും അതായത് ഒത്തിരി ഓപ്പൺ ആയിരിക്കുകയും തന്മൂലമായിട്ട് ഗ്ലോട്ടിസും ഓപ്പൺ ആയിരിക്കുകയും ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? എയറിന് ഫ്രീ ആയിട്ട് ഗ്ലോട്ടിസിലൂടെ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നു. എയർ സ്ട്രീമിന് ഫ്രീ പാസേജ് കിട്ടുകയാണ് ഗ്ലോട്ടിസിലൂടെ. അങ്ങനെ ഫ്രീ പാസേജ് കിട്ടുമ്പോഴത്തെ ഗുണം എന്താണ്? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരസിൽ വൈബ്രേഷൻ ഉണ്ടാവുന്നില്ല. സോ വോക്കൽ കോർഡ്സ് തമ്മിലുള്ള വൈബ്രേഷൻ അവിടെ ഉണ്ടാവുന്നില്ല, എയർ ഫ്രീ ആയിട്ട് പുറത്തേക്ക് പാസ് ചെയ്യുന്നതിലൂടെ. സോ അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ബ്രീത്ത്ഡ് സൗണ്ട്സ് വോയിസ്ലെസ് സൗണ്ട്സ് എന്നും അറിയപ്പെടുന്നു.
നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി വോക്കൽ കോഡ്സ് തമ്മിലുള്ള ആ ഒരു ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ് എന്നുള്ളത്. ആ ഗ്ലോട്ടിസിലൂടെയാണ് നമ്മുടെ എയർ യാതൊരു ഫ്രിക്ഷനും അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ യാതൊരു തടസ്സവും കൂടാതെ ഫ്രീ ആയിട്ട് പാസ് ചെയ്യുന്നത്. Voiceless sounds or breathed sounds. In the protection of certain other sounds, the vocal cords are kept open or wide apart and the glottis is open, and the air stream gets a free passage through the glottis. The air passes out through the glottis without any friction, producing the sound called breath. Such sounds which are not accompanied by a vibration of the vocal cords, such sounds are called voiceless sounds or breathed sounds. അപ്പോൾ എന്താണ് വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും അഥവാ ബ്രീത്ത്ഡ് സൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം? വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ ചില സ്പീച്ച് സൗണ്ട് പ്രൊഡക്ഷൻ ടൈമിൽ വോക്കൽ കോഡ്സ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരികയും തന്മൂലമായിട്ട് വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുകയും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സിനെയാണ് വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. വോയിസ്ഡ് സൗണ്ട്സിൽ വോക്കൽ കോഡ്സ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ വോക്കൽ കോഡ്സ് തമ്മിൽ ഉള്ള ഒരു ഗ്യാപ്പുണ്ട്, ഇൻ ബിറ്റ്വീൻ രണ്ട് വോക്കൽ കോഡ്സും തമ്മിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചില സൗണ്ട് പ്രൊഡക്ഷൻ ടൈമിൽ ഈ വോക്കൽ കോഡ്സ് വൈഡ് ഓപ്പൺ ആയിരിക്കുകയും ഗ്ലോട്ടിസിലൂടെ ആ ഒരു വോക്കൽ കോഡ്സിന് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ എന്താണ് എയറിന് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഫ്രിക്ഷൻ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സിനെയാണ് വോയിസ്ലെസ് അഥവാ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. എന്താണ് വോയിസ്? വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ടിനെയാണ് വോയിസ് എന്ന് പറയുന്നത്. എന്താണ് ബ്രെത്ത്? യാതൊരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ വൈബ്രേഷനും കൂടാതെ ഗ്ലോട്ടിസിലൂടെ ഫ്രീ ആയിട്ട് പാസ് ചെയ്യുന്ന എയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിനെയാണ് ബ്രെത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഗൻസ് ഓഫ് സ്പീച്ച് ആണ്. അതിൽ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റവും ഫോണേറ്ററി സിസ്റ്റവും ഡീറ്റെയിൽഡായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി തേർഡ് കാറ്റഗറിയാണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. റൂഫ് ഓഫ് ദി മൗത്ത്, അതായത് വായയുടെ മേൽഭാഗം, അതുപോലെ ടങ്, ടീത്ത്, ലിപ്സ്, നോസ്, പ്രധാനമായും ഈ 5 ഭാഗങ്ങളാണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. സ്വരശാസ്ത്ര പഠനം, അതായത് ഫോണറ്റിക്സ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് തന്നെ അതിനു വേണ്ടിയിട്ട് മേൽപ്പറഞ്ഞ ഓരോ പാർട്സിനെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുമുണ്ട്, അതിനെ വീണ്ടും ഡീറ്റെയിൽഡായിട്ട് പറയുന്നുമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ ഫസ്റ്റ് വരുന്നത് റൂഫ് ഓഫ് ദി മൗത്ത് ആണ്. ഈ റൂഫ് ഓഫ് ദി മൗത്തിനെ 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് ഓഫ് ദി മൗത്ത് എടുത്താൽ സോഫ്റ്റ് പാലറ്റ് അഥവാ വേളം, ഒവ്യൂല, ഹാർഡ് പാലറ്റ്, ടീത്ത് റിഡ്ജ് അഥവാ ആൽവിയോളർ റിഡ്ജ് ഓർ ആൽവിയോളം എന്നിങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് സോഫ്റ്റ് പാലറ്റ് അഥവാ വേളം? സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വായിക്കകത്തുള്ള ഏറ്റവും സോഫ്റ്റായിട്ടുള്ള ആ ഒരു പോർഷനെയാണ് സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വായയുടെ അണ്ണാക്കിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന ബാക്ക് പാർട്ട് ഓഫ് ദി റൂഫാണ്. ഡൗൺവേർഡ് ആണെങ്കിലും അപ്വേർഡ് ആണെങ്കിലും അത് വളരെ സോഫ്റ്റും ഫ്ലഷിയും ആയതുകൊണ്ടാണ് ആ ഒരു പോർഷനെ സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത്. സോ എവിടെയായിട്ടാണ് സോഫ്റ്റ് പാലറ്റ് അഥവാ വേളം സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വായയുടെ പിൻഭാഗത്ത്, അതായത് നമ്മുടെ തൊണ്ടയ്ക്ക് തൊട്ട് മുകളിലായിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ നാക്കുകൊണ്ട് ടച്ച് ചെയ്താൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വളരെ സോഫ്റ്റും ഫ്ലഷിയുമായിട്ടുള്ളൊരു പോർഷനാണത്. നമ്മൾ പറഞ്ഞു സോഫ്റ്റ് പാലറ്റ് അഥവാ വേളം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പോർഷനാണെന്ന്. ഈ സോഫ്റ്റ് പാലറ്റിൻ്റെ അറ്റത്ത്
ഹാങ് ചെയ്ത് കിടക്കുന്ന, തൂങ്ങി കിടക്കുന്ന ഒരു പോർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അണ്ണാക്കിൽ, അല്ലേ? ആ ഒരു ഹാങ്ങിങ് ടിപ്പിനെയാണ് നമ്മൾ ഒവ്യൂള എന്ന് പറയുന്നത്. അതെവിടെയെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ് പാലറ്റിൻ്റെ ഏറ്റവും എൻഡിങ്ങിൽ ഫ്ലഷി ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിൽ അതിങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. ഒവ്യൂളയ്ക്ക് സ്പീച്ച് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒവ്യൂളയുടെ റോൾ എന്നുള്ളത് നോക്കാം. ഒവ്യൂളയ്ക്ക് നേസൽ ക്യാവിറ്റിയിലേക്ക് എയർ കടക്കുന്നത് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, തടയാനായിട്ട് കഴിയും. എങ്ങനെ? വായയുടെ പിന്നിലെ ഭിത്തി, അതായത് ബാക്ക് വാൾ ഓഫ് ദി മൗത്ത്, അവിടെ ഒവ്യൂള റൈസ് ചെയ്ത് ടച്ച് ചെയ്യുന്നതിലൂടെ നേസൽ ക്യാവിറ്റിയിലേക്ക് എയർ പാസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒവ്യൂളയ്ക്ക് സാധിക്കും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹാർഡ് പാലറ്റാണ്. എന്താണ് ഹാർഡ് പാലറ്റ്? എവിടെയാണ് ഹാർഡ് പാലറ്റ് സ്ഥിതി ചെയ്യുന്നത്? ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നത് റൂഫ് ഓഫ് ദി മൗത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അത് സോഫ്റ്റ് പാലറ്റിൻ്റെയും ടീത്ത് റിഡ്ജിൻ്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നു. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ അത് ടീത്ത് റിഡ്ജിൻ്റെ പിന്നിൽ കാണുന്ന ഹാർഡായിട്ടുള്ള കോൺകേവ് ഷേപ്പിലുള്ള ഒരു ഏരിയ ആണ്. ഇനി ടീത്ത് റിഡ്ജ് അഥവാ ആൽവിയോളർ റിഡ്ജ് അഥവാ ആൽവിയോളം എന്താണെന്ന് നോക്കാം. നമ്മുടെ റൂഫ് ഓഫ് ദി മൗത്തിൻ്റെ ഫോർമോസ്റ്റ് പാർട്ടിനെയാണ് ടീത്ത് റിഡ്ജ് അഥവാ ആൽവിയോളർ റിഡ്ജ് അഥവാ ആൽവിയോളം എന്ന് പറയുന്നത്. അതായത് വായുടെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ഭാഗം, പല്ല് നിരയോട് ചേർന്ന് വരുന്ന ആ ഒരു വായുടെ മുന്നിലെ ഭാഗം. കൃത്യമായി പറയുകയാണെങ്കിൽ അപ്പർ ഫ്രണ്ട് ടീത്തിൻ്റെ പിന്നിൽ വരുന്ന ഹാർഡ് കോൺവെക്സ് പാർട്ടാണ് ടീത്ത് റിഡ്ജ് അഥവാ ആൽവിയോളർ റിഡ്ജ് അഥവാ ആൽവിയോളം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഈ ഒരു പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 3 കാറ്റഗറി ഓഫ് സൗണ്ട്സ് ഉണ്ട്. 3 കാറ്റഗറി സൗണ്ട് പ്രൊട്ടക്ഷൻ ഈ ഒരു ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓറൽ സൗണ്ട്സ്, നേസൽ സൗണ്ട്സ് ആൻഡ് നേസലൈസ്ഡ് സൗണ്ട്സ് എന്നിവയാണ് ആ 3 കാറ്റഗറി ഓഫ് സൗണ്ട് പ്രൊട്ടക്ഷൻസ്. ജസ്റ്റ് ലിസൺ. Articulatory system. The articulatory system comprises of roof of the mouth, tongue, teeth, lips, and nose. For the purpose of phonetic study, the roof of the mouth is divided into 4 parts. Number 1, soft palate or velum. Back part of the roof upward and downwards. The roof of the mouth then becomes soft and fleshy, and this soft portion is called the soft palate. Next, uvula. The hanging tip of the soft palate is uvula. At the extreme end of the soft palate is the fleshy finger-like structure called uvula. It can prevent the passage of air into the nasal cavity by raising the uvula to touch the back wall of the mouth. Next, hard palate. Part of the roof lies between the soft palate and teeth ridge, or the hard concave area behind the teeth ridge. Teeth ridge or alveolar ridge or the alveolum. The foremost part of the roof of the mouth or the hard convex part immediately behind the upper front teeth. Another feature is it is related to the production of oral, nasal and nasalized sounds. So നമ്മൾ ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂഫ് ഓഫ് ദി മൗത്തും അതിൻ്റെ സബ് ഡിവിഷൻസും പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ടങ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം.
ടങ്ങിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്, ടിപ്പ് ഓർ ബ്ലേഡ് എന്നിങ്ങനെയാണ് ആ 3 ഡിവിഷൻസ് വരുന്നത്. സോഫ്റ്റ് പാലറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ടങ്ങിൻ്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ ബാക്ക് പാർട്ട് എന്ന് പറയുന്നത്. ഹാർഡ് പാലറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ടങ്ങിൻ്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത്. ടീത്ത് റിഡ്ജിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ടങ്ങിൻ്റെ ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ടിപ്പ് അഥവാ ബ്ലേഡ് എന്ന് പറയുന്നത്. സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന പോർഷൻ ഏതാണ്? ഏറ്റവും സോഫ്റ്റായിട്ട്, അതായത് തൊണ്ടയുടെ ചേർന്ന് വരുന്ന നമ്മുടെ വായുടെ ഏറ്റവും അറ്റത്തെ ഭാഗമാണ് സോഫ്റ്റ് പാലറ്റ്. നമുക്കത് ടങ് വെച്ച് ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ആ സോഫ്റ്റ്നെസ് അറിയാവുന്നതാണല്ലോ അല്ലേ. പിന്നെ ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നതോ നമ്മുടെ മൗത്തിൻ്റെ മിഡിൽ പാർട്ടാണ് അല്ലേ, മിഡിൽ പാർട്ടിൽ വരുന്ന ഒരു പോർഷനാണ്. ഇനി ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നതോ നമ്മുടെ ഏറ്റവും വായുടെ സ്റ്റാർട്ടിങ് പോർഷൻ, അല്ലെങ്കിൽ പല്ലിൻ്റെയൊക്കെ ആ ഒരു മോണയുടെയൊക്കെ ആ ഒരു ഭാഗം വരുന്ന വായുടെ ആ ഒരു പോർഷനെയാണ് നമ്മൾ ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ടങ്ങിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്, ടിപ്പ് അഥവാ ബ്ലേഡ് എന്നിങ്ങനെ. ഇതിൽ ബാക്ക് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ് പാലറ്റ്, വായ്ക്കകത്ത് സോഫ്റ്റ് പാലറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ നാവിൻ്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ ബാക്ക് പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഹാർഡ് പാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വായയുടെ മിഡിൽ പാർട്ട് അഥവാ മധ്യഭാഗമാണ്. ആ ഭാഗത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ നാവിൻ്റെ ആ ഒരു പോർഷനെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ടങ് എന്ന് പറയുന്നു. ഫ്രണ്ട് പാർട്ട്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വായയുടെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലെ പോർഷൻ, അതായത് നമ്മുടെ മോണയുടെയൊക്കെ ആ ഒരു ഭാഗം, ആ ഭാഗത്തെയാണ് ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ ഭാഗത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ നാവിൻ്റെ ആ ഒരു പോർഷൻ അതേതായിരിക്കും? നമ്മുടെ നാവിൻ്റെ തുമ്പാണ് അല്ലേ, ടിപ്പ്. സോ അതിന് ടിപ്പ് അഥവാ ബ്ലേഡ് എന്ന് പറയുന്നു. ടിപ്പ് ഓഫ് ദി ടങ് ഓർ ബ്ലേഡ് ഓഫ് ദി ടങ്, അങ്ങനെയാണ് ആ ഒരു പോർഷനെ പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റമാണ്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ബോഡി പാർട്സാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ റൂഫ് ഓഫ് ദി മൗത്ത്, അതുപോലെ ടങ്, ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടീത്താണ്. സ്പീച്ച് സൗണ്ട്സ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ സ്പീച്ച് സൗണ്ട്സിൻ്റെ ആർട്ടിക്കുലേഷൻ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പല്ല് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെ വഹിക്കുന്നുണ്ട്. നമുക്ക് 2 നിര പല്ലുകളാണുള്ളത് അല്ലേ, 2 സെറ്റ്, ഒന്ന് മുകളിലും ഒന്ന് താഴെയും. സോ അപ്പർ റോയും അതുപോലെ ലോവർ റോയും. ഇതിൽ അപ്പർ റോ, അതായത് മുകളിലെ നിരകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. സ്പീച്ച് സൗണ്ട് പ്രൊഡക്ഷൻ എടുത്താലും ആർട്ടിക്കുലേഷൻ എടുത്താലുമെല്ലാം അല്ലേ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാവ് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ മുകൾ നിരയിലുള്ള പല്ലുകളിലാണ് ടച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അക്ഷരസ്ഫുടതയോടുകൂടെ പല അക്ഷരങ്ങളും അല്ലെങ്കിൽ സൗണ്ടുകളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മൗത്തും അതുപോലെ ടങ്ങും ടീത്തും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 ബോഡി പാർട്സാണ് ലിപ്സും അതുപോലെ നോസും. ഇവ രണ്ടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ നേച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് വളരെ സഹായിക്കുന്നു. അതായത് ഇപ്പോൾ ലിപ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലിപ്സിൻ്റെ പൊസിഷൻ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വവൽ സൗണ്ടിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കൺസണൻറ്റ് സൗണ്ട്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ലിപ്സ് ആണെങ്കിലും നോസ് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട റോള് തന്നെ വഹിക്കുന്നുണ്ട്. ജസ്റ്റ് ലിസൺ. The tongue is divided into 3 parts. The back part of the tongue lies against the soft palate. The front part of the tongue lies against the hard palate. The tip or blade of the part of the tongue lies against the teeth ridge. The extreme tip of the blade is called the tip. The tip and the blade together are called the apex.
The tongue may be retracted, advanced, raised or lowered as required by the nature of the sound to be produced. Next, the two rows of teeth. Especially the upper row of the teeth plays a key role in the articulation of speech sounds. The lips and nose. Both the lips and nose also plays an important role in determining the nature of the sounds produced. The position of the lips affects the quality of vowels. They play an important part in the articulation of certain consonants also. നമുക്ക് മറ്റൊരു നോട്ടും കൂടെ നോക്കിയാലോ. More or less similar to the same one, but just listen to it. Articulatory system. Articulatory system comprises of the roof of the mouth, the tongue, the nose, the teeth and the lips. For the purpose of phonetic study, the roof of the mouth is divided into three parts: soft palate or velum, back part of the roof, upward and downwards. The hanging tip of the soft palate is uvula, can prevent the passage of air into the nasal cavity by raising the uvula to touch the back wall of the mouth. Hard palate. Part of the roof lies between the soft palate and teeth ridge, the foremost part of the roof of the mouth. The tongue is divided into three parts. The back part of the tongue lies normally against the soft palate. The front part of the tongue lies against the hard palate. The tip or blade of the tongue lies against the teeth ridge. The tongue may be retracted, advanced, raised or lowered as required by the nature of the sound to be produced. The two rows of teeth, especially the upper row of the teeth, plays a key role in the articulation of speech sounds. The lips and nose also plays an important role in determining the nature of the sound produced. The speech sounds are produced by the modification of the current of air that comes from the lungs. Is known as pulmonic aggressive airstream that we already discussed. This airstream may be partially or fully obstructed at various points. The vocal cords, the various parts of the roof of the mouth, the tongue, the teeth and the lips are brought to a coordinate functioning in the production of speech sounds. The assumption is that only one sound can be produced with the vocal organs operating in a particular manner. In the articulation of speech sounds, one of the articulating organs moves towards the other, which is stationary. The articulators that move are called the active articulators. Example: lower lip, upper row of the teeth and tongue. The articulators which remains fixed or stationary are called passive articulators. Example: upper lip, upper row of the teeth and roof of the mouth. നമ്മൾ പറഞ്ഞു നമ്മുടെ ലങ്സിൽ നിന്ന് വരുന്ന കറണ്ട് ഓഫ് എയറിനെ മോഡിഫൈ ചെയ്താണ് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അതിന് ഈ ഒരു ഫങ്ഷന് എന്താണ് പൾമോണിക് അഗ്രസീവ് എയർ സ്ട്രീം എന്ന് പറയുന്നുവെന്നും. അതുപോലെ എയർ സ്ട്രീം ഒന്നില്ലെങ്കിൽ പാർഷ്യലി പകുതിയായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഓരോ പോയിൻ്റ് എത്തുമ്പോൾ തടസ്സപ്പെടുന്നുണ്ട്. അതുപോലെ വോക്കൽ കോഡ്സ്, അതുപോലെ റൂഫ് ഓഫ് ദി മൗത്തിൻ്റെ പല ഭാഗങ്ങൾ, അതുപോലെ ടങ്, ടീത്ത്, ലിപ്സ്, ഇതെല്ലാം കൂടെ ഒരു ഒരുമയോടെ ഫങ്ഷൻ ചെയ്യുമ്പോൾ ആണ് പല സൗണ്ടുകളും പ്രൊഡ്യൂസ് ആവുന്നത്. സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആർട്ടിക്കുലേറ്റിംഗ് ഓർഗൻസിൽ ഒന്ന് മറ്റൊന്നിന് അഗെയിൻസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുന്നതിന് ആക്റ്റീവ് എന്നും മൂവ് ചെയ്യാത്തതിന് സ്റ്റേഷനറി അഥവാ പാസീവ് എന്നും പറയുന്നു. ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സാണ് ലോവർ ലിപ്പ്, അതുപോലെ ലോവർ റോ ഓഫ് ദി ടീത്ത്, അതുപോലെ ടങ്. അതുപോലെ പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സിന് എക്സാമ്പിളാണ് അപ്പർ ലിപ്പ്, അപ്പർ റോ ഓഫ് ദി ടീത്ത്, അതുപോലെ റൂഫ് ഓഫ് ദി മൗത്ത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സെക്ഷനാണ് ഓറൽ നേസൽ
നേസലൈസ്ഡ് സൗണ്ട്സ്. ഇതിൽ ഓറൽ സൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഓറൽ സൗണ്ട്സ്. എന്താണ് ഓറൽ എന്ന വേർഡിൻ്റെ അർത്ഥം? ഓറൽ എന്ന് പറയുന്ന വേർഡ് നമ്മുടെ മൗത്തുമായിട്ട്, വായുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ചില മെഡിസിൻസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടാവും ഓറൽ കൺസംഷൻ ഒൺലി എന്ന്, അതായത് അത് കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന്, അല്ലേ? ഓറൽ സൗണ്ട്സ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ സൗണ്ട് പ്രൊഡക്ഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ചില സൗണ്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് പാലറ്റ് റൈസ് ചെയ്യുകയും നേസൽ ക്യാവിറ്റി ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് എയർ നമ്മുടെ വായ്ക്കകത്തൂടെ മാത്രം പാസ് ചെയ്യപ്പെടുന്നു. സോ നേസൽ ക്യാവിറ്റിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനകത്തൂടെ ഉള്ള എയറിൻ്റെ ആ ഒരു സഞ്ചാരം തടസ്സപ്പെടുത്തി നമ്മുടെ വായ്ക്കകത്തൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സിനെയാണ് ഓറൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ജസ്റ്റ് ലിസൺ. ഓറൽ സൗണ്ട്സ്. Oral sounds are the sounds in the production of which the soft palate is raised, blocking of the nasal cavity so that the airstream can only get out through the mouth. The soft palate can be lowered or raised by the action of a hinge-like structure. If the soft palate is raised so that it touches the back wall of the pharynx, then the nasal passage will be closed and the air can escape only through the mouth. Sounds produced with the closure of nasal passage and air escaping through the mouth alone are called oral sounds. Example: all the sounds in these English words feel, cake and sack. Oral sounds produced with the velum raised to prevent air from escaping out the nose. Oral sounds are either stops or continuants. The vast majority of consonants are oral. For example, p. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ചില സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മുടെ നേസൽ പാസേജ് ക്ലോസ് ചെയ്യപ്പെടുകയും തൽഫലമായിട്ട് എയറിന് മൂക്കിലൂടെ സഞ്ചരിക്കാൻ പറ്റാതെ ഫുൾ എയർ നമ്മുടെ വായ്ക്കകത്തൂടെ മാത്രം റിലീസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സിനെയാണ് ഓറൽ സൗണ്ട്സ് എന്ന് പറയുന്നതെന്ന്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഫീൽ, കേക്ക്, സാക്ക് എന്നിവ. അതുപോലെ ഓറൽ സൗണ്ട്സ് ഒന്നല്ലെങ്കിൽ സ്റ്റോപ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂവൻസ് ആയിരിക്കാം. സ്റ്റോപ്സ് എന്താണ്, കണ്ടിന്യൂവൻസ് എന്താണെന്നുള്ളത് നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു വാസ്റ്റ് മെജോറിറ്റി ഓഫ് കൺസണൻസും ഓറൽ സൗണ്ട്സ് ആണെന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ എയർ വായിലൂടെയല്ലേ പ, ബ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എയർ വായിലൂടെയാണ് പുറത്തേക്ക് എക്സ്പ്ലോഡ് ചെയ്യപ്പെടുന്നത്, അല്ലേ? സോ അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് നമ്മൾ ഓറൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ നേസൽ സൗണ്ട്സ് ആണ്. നേസൽ സൗണ്ട്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് നോസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സൗണ്ട്സ് ആണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓറൽ സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ മൗത്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതുപോലെ നേസൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ നോസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഓറൽ സൗണ്ട്സിൻ്റെ കേസിൽ എന്താണ്, എയർ കംപ്ലീറ്റ് ആയിട്ട് മൗത്ത് വഴി റിലീസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. പക്ഷേ നേസൽ സൗണ്ട്സിൻ്റെ കേസിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യപ്പെടുന്ന ആ എയർ അല്ലെങ്കിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, എക്സെയിൽ ചെയ്യപ്പെടുന്നത് കംപ്ലീറ്റ് ആയിട്ടും നോസ് വഴിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ശ്വസിച്ച ആ ഒരു വായു പുറത്തേക്ക് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും എങ്ങനെയാണ്, നമ്മുടെ മൂക്ക് വഴിയാണ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സിനെയാണ് നേസൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 നേസൽ സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. 1 മ, 2 ന, 3 ങ. ഓക്കെ, മ, ന, ങ എന്നിങ്ങനെ 3 നേസൽ സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്.
മ എന്ന് പറയുന്നത് ബൈലേബിയൽ ആണ്. ന എന്ന് പറയുന്നത് ആൽവിയോളാർ ആണ്. അതുപോലെ ങ എന്ന് പറയുന്നത് വേളാർ ആണ്. സോ എന്താണ് ബൈലേബിയൽ, ആൽവിയോളാർ, വേളാർ എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് എന്നത് വരുന്ന വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മാറ്റ്, അതിൽ ഫസ്റ്റ് ലെറ്റർ മ, MAT, മാറ്റ്, മ. അത് മ എന്ന് പറയുന്നത് ബൈലേബിയലാണ്. സെക്കൻഡ് നാപ്പ്, ന, NAP, നാപ്പ്. അതിലും ഫസ്റ്റ് ലെറ്റർ വരുന്ന എൻ, അതിൻ്റെ സൗണ്ട് എങ്ങനെ വരിക, ന. സോ അതും എന്താണ്, നേസൽ സൗണ്ടാണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ആൽവിയോളാർ എന്ന ക്ലാസിഫിക്കേഷനിലാണ് ന എന്ന സൗണ്ട് വരിക. നെക്സ്റ്റ് വൺ സിങ്. സിങ് എന്ന് പറയുന്ന വേർഡിൽ ലാസ്റ്റ് വരുന്ന സൗണ്ട് ങ്, ING, ങ്. സോ ങ് എന്ന് പറയുന്നത് വേളാറാണ്. സോ മ, ന, ങ് എന്നിങ്ങനെ 3 നേസൽ സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിൽ ഉള്ളത്. പ്ലീസ് ലിസൺ. നേസൽ സൗണ്ട്സ്. If the soft palate is lowered so that the nasal passage is opened and the oral passage is blocked at some point, air can escape only through the nose. Sounds during the production of which air thus escapes only through the nose are called nasal sounds. There are 3 nasal sounds in English: the bilabial m, alveolar n, and velar ng. Examples: mat, nap, sing. For more clarification, listen. The articulation of m, the oral closure made by the 2 lips in firm contact. The soft palate has lowered and which resulted in the nasal passage being opened. The air from the lungs escapes through the nostrils. Second one, the articulation of n, in which the soft palate is lowered and as a result the nasal passage is opened. The oral closure made by the tip of the tongue in firm contact with the teeth ridge. Last one, the articulation of ng. During the articulation of ng, the soft palate is lowered, the oral closure made by the back of the tongue making a firm contact with the soft palate. അതായത് നമ്മുടെ സോഫ്റ്റ് പാലറ്റ് ലോവേഡ് ആവുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മുടെ നേസൽ പാസേജ് ഓപ്പൺ ആവുന്നു. അപ്പോൾ എന്ത് പറ്റും, തൽഫലമായിട്ട് ഓറൽ പാസേജ് ബ്ലോക്ക്ഡ് ആവും കുറച്ച് സമയത്തേക്ക്. അങ്ങനെ എയറിന് നോസ് വഴി മാത്രമേ എസ്കേപ്പ് ആവാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ചില സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ എയർ എന്ത് ചെയ്യുന്നു, നോസ് വഴി മാത്രം പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. സോ അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് നേസൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആകെ 3 നേസൽ സൗണ്ട്സ് ആണുള്ളത്. ഒന്ന് ബൈലേബിയൽ മ, 2 ആൽവിയോളാർ ന, ആൻഡ് മൂന്നാമത്തേത് വേളാർ ങ്. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത് മാറ്റ്, നാപ്പ്, സിങ് എന്നിവ. പിന്നെ നമ്മൾ ഓരോ സൗണ്ട്സും നേസൽ സൗണ്ട്സിൽ വരുന്ന മ, ന, ങ് ഇത് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് താഴെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഓൾറെഡി നേസൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മൗത്ത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. അതുവഴി എയറിന് റിലീസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത്. സോ എന്താണ് മ എന്നുള്ള സൗണ്ട് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മ എന്താണ്, 2 ചുണ്ടുകളും അപ്പർ ലിപ്പും ലോവർ ലിപ്പും എന്താണ് ഫേം കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് അല്ലേ. അതുപോലെ സോഫ്റ്റ് പാലറ്റ് ലോവേഡ് ആവുന്നു, തൽഫലമായിട്ട് നേസൽ പാസേജ് ഓപ്പൺ ആവുകയും എയർ, നമ്മുടെ ലങ്സിൽ നിന്നുള്ള എയർ നോസ്ട്രിൽസിലൂടെ എസ്കേപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മ എന്നുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി ന എന്നുള്ള സൗണ്ട് എടുക്കുകയാണെങ്കിൽ എന്താണ്, സോഫ്റ്റ് പാലറ്റ് ലോവേഡ് ആവുകയും
തൽഫലമായിട്ട് നേസൽ പാസേജ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ടങ്ങിൻ്റെ ടിപ്പ് അത് ടീത്ത് റിഡ്ജുമായിട്ട് ഫേം കോണ്ടാക്റ്റിൽ വരികയും ഓറൽ ക്ലോഷർ സംഭവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ങ് എന്നുള്ള സൗണ്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് സംഭവിക്കുന്നു? സോഫ്റ്റ് പാലറ്റ് ലോവേർഡ് ആവുകയും അതുപോലെ നമ്മുടെ ടങ്ങിൻ്റെ ബാക്ക് പാർട്ട് നമ്മുടെ മൗത്തിൽ സോഫ്റ്റ് പാലറ്റുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരികയും ഓറൽ ക്ലോഷർ സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ 3 സൗണ്ട്സ് എടുത്താലും ഓറൽ ക്ലോഷർ അതിൽ ഉണ്ട്. മാത്രമല്ല നമ്മുടെ സോഫ്റ്റ് പാലറ്റ് 3 എങ്ങനെയാണ്? ലോവേർഡാണ്. മാത്രമല്ല ഇപ്പോൾ എന്നുള്ള സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലിപ്സാണ് നമ്മുടെ ഓറൽ ക്ലോഷറിന് കാരണമാവുന്നതെങ്കിൽ എന്നുള്ള സൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ എന്താണ് ടങ്ങിൻ്റെ ടിപ്പാണ് ടീത്ത് റിഡ്ജുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നതിൻ്റെ ഫലമായിട്ട് ഓറൽ ക്ലോഷറിന് കാരണമാകുന്നത്. അതേസമയം എന്ന സൗണ്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ടങ്ങിൻ്റെ ബാക്ക് പാർട്ട് നമ്മുടെ മൗത്തിൻ്റെ സോഫ്റ്റ് പാലറ്റുമായിട്ട് ഫേം കോണ്ടാക്റ്റിൽ വരുന്നതിൻ്റെ ഫലമായിട്ട് ഓറൽ ക്ലോഷർ സംഭവിക്കുന്നു. സോ ഈ ഓറൽ ക്ലോഷറിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക? എയറിന് നമ്മുടെ മൗത്ത് വഴി പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. തൽഫലമായിട്ട് ആ എയർ നമ്മുടെ നോസ്ട്രിൽസ് വഴി അല്ലെങ്കിൽ നോസ് വഴി പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് നമ്മുടെ നേസൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വിഭാഗം സൗണ്ട്സാണ് നേസലൈസ്ഡ് സൗണ്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സോഫ്റ്റ് പാലറ്റ് ലോവേർഡ് ആവുമ്പോൾ നമ്മുടെ മൗത്ത് അതായത് ഓറൽ പാസേജ് ബ്ലോക്ക്ഡ് ആവുമെന്ന്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ നോസും അതുപോലെ തന്നെ നമ്മുടെ മൗത്തും രണ്ടും ഓപ്പൺ ആയിരിക്കും. തൽഫലമായിട്ട് എയർ അതായത് ലങ്സിൽ നിന്ന് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്ന ആ എയർ ഒരേ സമയം തന്നെ നമ്മുടെ നോസിലൂടെയും അതുപോലെ മൗത്തിലൂടെയും റിലീസ് ചെയ്യപ്പെടും, എസ്കേപ്പ് ചെയ്യപ്പെടും. സോ അങ്ങനെയുള്ള സൗണ്ട്സിനെയാണ് നേസലൈസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദി വേർഡ്സ് ആയിട്ടുള്ള ആങ്ക് അതുപോലെ ഊണ്ട്, ഈ 2 വേർഡ്സും നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ലങ്സിൽ നിന്നുള്ള എയർ വായിലൂടെയും മൂക്കിലൂടെയും എക്സ്ഹെയിൽ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ലിസൺ. Nasalized sounds. During the production of certain sounds, the soft palate is lowered with the nasal passage open and the oral passage also not blocked. Then the air from the lungs escapes simultaneously through the nose and the mouth. Such sounds are called nasalized sounds. Examples: the vowels in the Hindi words aank, oond. In short, nasalized sounds whose production involves a lowered velum and an open oral cavity with simultaneous nasal and oral airflow. Most common nasalized sounds are the nasalized vowels. സോ അപ്പോൾ എന്താണ് നേസലൈസ്ഡ് സൗണ്ട്സ് എന്നുള്ളത് വ്യക്തമായോ? അതായത് ചില സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ എയർ നമ്മുടെ വായ വഴിയും മൂക്ക് വഴിയും ഒരേ സമയം തന്നെ എസ്കേപ്പ് ചെയ്യപ്പെടുന്നു. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്സാണ് നേസലൈസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. നമുക്കതിനുള്ള ഫൈനസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഹിന്ദി വേർഡ്സിൽ വരുന്ന വൊവൽസ് ആങ്ക് അതുപോലെ ഊണ്ട്. അപ്പോൾ ഈ 2 വേർഡ്സിലും വരുന്ന വൊവൽസ്. അതുപോലെ നേസലൈസ്ഡ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് പറ്റുന്നു? വേളം ലോവേർഡ് ആവുകയും അതുപോലെ ഓറൽ ക്യാവിറ്റി ഓപ്പൺ ആവുകയും ഒരേ സമയം തന്നെ നമ്മുടെ മൂക്ക് വഴിയും വായ വഴിയും എയർ ഫ്ലോ സാധ്യമാവുകയും ചെയ്യുന്നു. അതായത് എയർ പുറത്തേക്ക് വരുന്നു, എക്സ്ഹെയിൽ ചെയ്യപ്പെടുന്നു. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള നേസലൈസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത് നേസലൈസ്ഡ് വവൽസ് ആണ്. സോ അപ്പോൾ ഇത്രയാണ് ഓർഗൻസ് ഓഫ് സ്പീച്ചിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ്.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.